BJP 400 സീറ്റ് നേടുമെന്ന് പറയുമ്പോഴും അവർ മൂന്നാം വട്ടം അധികാരത്തിൽ എത്തുമെന്ന് ഏവരും ഉറപ്പിക്കുമ്പോഴും BJP മനസ്സിൽ സൂക്ഷിക്കുന്ന ചില സ്വപ്നങ്ങളുണ്ട്. ചില ഇടങ്ങളിൽ നിന്ന് ചില സീറ്റുകൾ അവർക്ക് കിട്ടണമെന്ന് അവർ അതിയായി ആഗ്രഹിക്കുന്നു. അതിൽ കേരളമുണ്ട്. അതിനേക്കാൾ ഉപരി ഒരു സംസ്ഥാനത്ത് നിന്ന് അവിടുത്തെ 3 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുണ്ട്. ആ 3 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒരെണ്ണമെങ്കിലും BJP നേടിയാൽ ലോകത്തിൻ്റെ മുമ്പിൽ BJP നെഞ്ച് വിരിച്ചു നിന്ന് പറയും, ഞങ്ങൾ ഈ ഭീകരവാദത്തെ ഇല്ലെങ്കിൽ വിഘടനവാദത്തെ വേരോടെ പിഴുതെറിഞ്ഞ് സമാധാനത്തിൻ്റെ പാതയിലേക്ക് ഒരു ജനതയെ കൊണ്ടുവന്ന് എത്തിച്ചുവെന്ന്. അത് മറ്റെവിടെയുമല്ല, ജമ്മു കാശ്മീരിലെ കാശ്മീർ മേഖലയിൽപ്പെടുന്ന, അതായത് ജമ്മു ആൻഡ് കാശ്മീർ എന്നാണ് പറയുന്നത്. ജമ്മു മേഖല BJP സംബന്ധിച്ച് സേഫാണ്. അവിടെ ഉധംപൂരും ജമ്മുവും 2 ലോക്സഭാ സീറ്റുകളാണുള്ളത്. അതെല്ലാ കാലവും BJP പിന്തുണയ്ക്കുന്ന സീറ്റുകളാണ്. മറ്റൊന്നുള്ളത് ലഡാക്കിലാണ്. പകരം BJP കണ്ണുവെക്കുന്ന 3 സീറ്റുകൾ അനന്ത്നാഗ്, ബാരാമുള്ള, ശ്രീനഗർ. ഈ 3 സീറ്റിൽ ഒരെണ്ണം നേടുക എന്നുള്ളത് തന്നെയാണ് BJPയുടെ ആത്യന്തികമായ ലക്ഷ്യം. അതായത് 3 സീറ്റ് നിലവിൽ BJPക്കുണ്ട്. ആ സീറ്റുകൾ നഷ്ടപ്പെടില്ല. അത് വീണ്ടും ആ സീറ്റുകൾ നിലനിർത്താൻ കഴിയും. പക്ഷേ ഈ മറ്റ് 3 സ്ഥലങ്ങൾ, 3 സീറ്റുകൾ, അവിടെയാണ് BJP എന്ത് വില കൊടുത്തും അത് നേടുവാനുള്ള ഒരു ശ്രമത്തിലാണ്. കാരണം BJPക്ക് അത് സ്വാഭാവികമായി കിട്ടുക വലിയ പ്രയാസകരമാണ്. കാരണം അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ 3 നാഷണൽ കോൺഫറൻസാണ് ജയിച്ചത്. അതിന് പ്രധാന കാരണം ഈ ഭീകരവാദികളുടെയും ഭീകര സംഘടനകളുടെയും ഒരു വിളയാട്ട ഭൂമിയാണ് ആ പറഞ്ഞ 3 ലോക്സഭാ മണ്ഡലങ്ങളിലും. അവിടെ ഈ വോട്ടിംഗ് സമയത്ത് ഈ ഭീകരവാദികളുടെ ഭീഷണിയെ തുടർന്ന് പലരും വോട്ട് ചെയ്യാൻ പോകാറില്ല. പക്ഷേ കഴിഞ്ഞ തവണ 2019 വോട്ടിംഗ് ശതമാനം വലിയ രീതിയിൽ വർദ്ധിച്ചിരുന്നു. അവിടെ വോട്ട് ചെയ്യാൻ പോകാറില്ല. പോകുന്നവർ തന്നെ ഈ അവിടെ ഈ ഭീകരവാദികളും വിഘടന സ്വഭാവമുള്ള സംഘടനകളും പറയുന്നവർക്ക് മാത്രം വോട്ട് ചെയ്യുന്ന ഈ ഇടങ്ങളാണ് ഈ പറഞ്ഞ ഈ 3 ഇടങ്ങൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. ബാരാമുള്ളയിലും ശ്രീനഗറും അനന്തനാഗ്. അതുകൊണ്ട് തന്നെ അവിടെ വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് വളരെ വളരെ കുറവാണ്. അനന്തനാഗിൽ 8.19% BJPയുടെ വോട്ടിംഗ് ഷെയർ. ശ്രീനഗറിലേക്ക് എത്തുമ്പോൾ അത് 2.48 ബാരാമുള്ളയിൽ അത് 1.73 ഒക്കെ ചുരുങ്ങി 2019. കാരണം ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് അവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല. പകരം ഈ ഭീകരവാദികളെയും വിഘടനവാദി സ്വഭാവമുള്ള സംഘടനകളെ പിന്തുണയ്ക്കുന്നവർക്കും അല്ലെങ്കിൽ അവർ പറയുന്നവർക്ക് മാത്രമാണ് ജയിക്കാൻ കഴിയുന്നത്. സാഹചര്യമായത് 2019 ഇപ്പോൾ സാഹചര്യം ഒരുപാട് മാറിയിരിക്കുന്നു. 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഭീകരവാദത്തിന് വലിയ രീതിയിലുള്ള ഒരു അറുതി വരുത്താൻ ഈ സർക്കാരിന് കഴിഞ്ഞിരിക്കുന്നു. അനവധി വിനോദസഞ്ചാരികൾ കാശ്മീരിലേക്ക് ഒഴുകുന്ന ഒരു കാഴ്ച. അപ്പോൾ ഈ ഒരു 3 സീറ്റുകൾ പിടിക്കാൻ BJP വളരെ കാലമായിട്ട് തന്നെ അണിയറയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കാരണം BJPയെ സംബന്ധിച്ച് നാഷണൽ കോൺഫറൻസോ അല്ലെങ്കിൽ PDPയോ ആയിട്ടൊന്നും സഖ്യത്തിന് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് അവിടെ BJP ചെയ്യുന്ന ഒരു കാര്യം, ചെറു പാർട്ടികളെ, ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മുടെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ജമ്മു കാശ്മീരിൽ യൂണിറ്റ് ഉണ്ട്. അതുകൂടാതെ ജമ്മു കാശ്മീരിന് വേണ്ടി മാത്രമുള്ള ചില പാർട്ടികളുണ്ട്, സ്റ്റേറ്റ് പാർട്ടികൾ. നമ്മുടെ നാട്ടിലേക്ക് കേരള കോൺഗ്രസ് പോലെയും ഒക്കെ ഉള്ള ചില പാർട്ടികൾ അവിടെ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ്, ജമ്മു കാശ്മീർ നാഷണൽ പാന്തേഴ്സ് പാർട്ടി, ജമ്മു കാശ്മീർ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി, ഇതൊക്കെയാണ് അവിടെ ഉള്ള ഒന്ന്. ജമ്മു കാശ്മീരിൻ്റെ മൊത്തം മതപരമായ ശതമാനം എടുത്താൽ ഹിന്ദുവിന് 28.44%, മുസ്ലിം 68.31%, പിന്നീട് അവിടെ അല്പമെങ്കിലും കരുത്തുള്ളത് സിഖ് വിഭാഗത്തിലാണ്, അവർക്ക് 1.87%. പക്ഷേ കാശ്മീരിലേക്ക് മാത്രം നാം പോയി കഴിഞ്ഞാൽ ഈ ഒരു കണക്ക് അപ്പാടെ മാറുകയാണ്. ജമ്മു കാശ്മീരിൻ്റെ കാശ്മീർ മേഖലയിൽ മാത്രം 96.41% മുസ്ലിംസാണ്, ഹിന്ദു 2.45%, സിഖുകാർ അവിടെ എത്തുമ്പോഴേക്കും 0.81% മാറുകയാണ്. ഇവിടെ എങ്ങനെ ഇത്രയും ഭൂരിപക്ഷ മുസ്ലിം മെജോറിറ്റിയുള്ള ഇടങ്ങളാണ് ഈ പറയുന്ന കാശ്മീർ. ഈ കാശ്മീരിലുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 3 ലോക്സഭാ മണ്ഡലം. അവിടെ കടന്നു കയറുക, വോട്ട് നേടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവിടെ എങ്ങനെ വോട്ട് നേടാൻ കഴിയും എന്നുള്ള ഒരു വലിയ ആലോചന മാത്രമല്ല, അതിൻ്റെ പ്രവർത്തനങ്ങളിലാണ് BJP ഇപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു 50% അവർ വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ മുസ്ലിം വിഭാഗം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ കേരളത്തിലുള്ള നമുക്ക് അത് മനസ്സിലാകില്ലെങ്കിൽ പോലും നോർത്ത് ഇന്ത്യയിലൊക്കെ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ചിന്തിച്ചാൽ ഈ മുസ്ലിം വിഭാഗത്തിനിടയിൽ തന്നെ അനവധി ഉപവിഭാഗങ്ങളുണ്ട്. ഈ ഹിന്ദുക്കളിൽ ഉള്ളതുപോലെ തന്നെ, മുൻപൊക്കെ ഹിന്ദുക്കൾ ഉള്ളതുപോലെ ഈ മുന്നോക്ക പിന്നോക്ക വേർതിരിവ് ഈ മുസ്ലിം വിഭാഗത്തിനിടയിൽ തന്നെയുണ്ട്. നമ്മൾ ഈ ന്യൂസ് ഇന്ത്യ മലയാളം മുമ്പ് ഒരു വാർത്ത ചെയ്തിരുന്നു. അവിടെ ഈ സുന്നി ഭൂരിപക്ഷ പ്രദേശമായിട്ടുള്ള ഒരിടത്തെ ഒരു ശ്മശാനത്തിൽ പിന്നോക്ക മുസ്ലിംസിൻ്റെ മൃതദേഹം സംസ്കരിക്കാൻ അവർ അനുവദിക്കാത്തതും കല്ലെറിഞ്ഞോടിച്ചതുമായൊരു വാർത്ത നൽകി. അപ്പോൾ അത്തരത്തിലാണ്, അതായത് ഹിന്ദു മതത്തിൽ നിന്ന് കൺവെർട്ട് ചെയ്തവരാണ് ഉത്തരേന്ത്യയിലും ഈ കാശ്മീരിലുമൊക്കെ ഈ രാജ്യത്ത് മുഴുവനുള്ള മുസ്ലിംസ്. അവരെ കൺവെർട്ട് ചെയ്യുമ്പോൾ അവരുടെ ജാതി അനുസരിച്ചൊരു ക്ലാസിഫിക്കേഷൻ ഈ മുസ്ലിം മതത്തിനിടയിലുണ്ട്. ആ രീതി, അതൊരു നിയമപരമായിട്ടുള്ളതല്ല, അല്ലാത്ത മുന്നോക്കം പിന്നോക്കം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ
ഈ മുന്നോക്ക, അതായത് രജപുത്രർ, ക്ഷത്രിയർ, അങ്ങനെയൊക്കെയുള്ള ഹൈന്ദവ സമൂഹത്തിൽ നിന്നുള്ളവർ ഈ മുസ്ലിംസിലെത്തുമ്പോൾ അവരെ നമ്മൾ പറയുന്നത് അഷറഫുകൾ എന്നാണ് പറയുന്നത്. ഈ അഷറഫുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്, അത് മുന്നോക്ക മുസ്ലിം വിഭാഗം ആണ് അവർ. മറ്റൊന്ന് ഉള്ളത് ഈ നെയ്ത്തുകാർ, ഈ OBC വിഭാഗത്തിൽ നിന്ന് വരുന്നവരെ അജ്ലഫ് എന്നാണ് പറയുന്നത്. അങ്ങനെ മതം മാറിയെത്തും മുസ്ലിംസിലെത്തുന്ന അജ്ലഫ് എന്ന് പറയുന്നു. ഇനി അർസൽ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്, അത് ഈ പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്ന് മതം മാറി വരുന്നത്. അതായത് ഈ ക്രിസ്ത്യൻസിലും ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഈ പുലയ ക്രിസ്ത്യാനി, പറയ ക്രിസ്ത്യാനി, ഈഴവ പള്ളി നമ്മുടെ തിരുവനന്തപുരത്തുണ്ട്. അതേപോലെയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഈ മുസ്ലിം മതത്തിനിടയിലുമുണ്ട്. അപ്പോൾ ഈ ജാതി മാറുന്നു, മുസ്ലിംസിന് അങ്ങനെ ഇല്ല എന്നല്ല, മുസ്ലിംസിനുണ്ട്. അതുകൊണ്ടാണ് BJP ഈ UP യിലും ഗുജറാത്തിലും അടക്കം ഈ പസ്മന്ത മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ പിന്നോക്കം നിൽക്കുന്ന മുസ്ലിംസ് വിഭാഗമാണ്. ആ പസ്മന്ത മുസ്ലിംസിനെ സംഘടിപ്പിച്ചുകൊണ്ട് ഉത്തർപ്രദേശിൽ വലിയ വിജയം ഈ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ BJP നേടിയെടുത്തു. ഗുജറാത്തിൽ അവർ 5ഓളം സീറ്റുകൾ അത്തരത്തിൽ നേടിയെടുത്തു. അതേ തന്ത്രം തന്നെയാണ് ഇപ്പോൾ അവർ കാശ്മീരിൽ, അതായത് ജമ്മു കാശ്മീരിൻ്റെ കാശ്മീർ അതിലെ 3 മണ്ഡലങ്ങളിൽ അവർ പയറ്റുന്നത്. അതിനായിട്ട് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ അതിനുവേണ്ടി ബന്ധപ്പെട്ടിരിക്കുന്നത് പഹാരി സംസാരിക്കുന്ന വിഭാഗത്താണ്. ഈ പഹാരികൾ ഭൂരിപക്ഷം പേര് മുസ്ലിംസാണ്. അത് വെസ്റ്റ് ബംഗാളിൽ നിന്നും അതുപോലെ നേപ്പാളിൽ നിന്നുമൊക്കെ എത്തിയ ഈ പഹാരികൾക്ക് അവരുടെ വലിയ ആഗ്രഹം അവരെ ഈ ഷെഡ്യൂൾ ട്രൈബ്സിൽ പെടുത്തണമെന്നാണ്. അവർ ഗോത്രവർഗ വിഭാഗമാണ്, പക്ഷേ മുസ്ലിംസാണ്. അപ്പോൾ ഇവരെ അതിൽ ഉൾപ്പെടുത്തുന്നതിന് ഒരു ഉറപ്പ് BJP അവർക്ക് നൽകിയിട്ടുണ്ട്. അവരുടെ ശതമാനം ഈ 3 മണ്ഡലങ്ങളിൽ അല്പം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്താൽ ഒരുപക്ഷെ ഫലം മറിയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ കാശ്മീരി മുസ്ലിംസിൻ്റെ ഇടയിലുള്ള ഉപവിഭാഗങ്ങളായ ഭട്ട്, ഡാർ, ഹനെ, ഖാന്, ലോണ്, മാലിക്, മിർ, പേർ, അതുപോലെ തന്നെ റാത്തർ, ഷെയ്ക്ക്, വാനി എന്ന അനവധി വിഭാഗങ്ങളുണ്ട്. ഇതിൽ തന്നെ മുന്നോക്കമുണ്ട്, OBC ഉണ്ട്, പിന്നോക്കം. ഇതിനകത്ത് പിന്നോക്ക OBC വിഭാഗങ്ങളെയാണ് BJP പലപ്പോഴായി കണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട്, അവരുടെ പരിഹാരം കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ഷെഡ്യൂൾ ട്രൈബ്സിലൊക്കെ ഇവരെ പെടുത്തുക എന്നുള്ളത് ഇവരുടെ വളരെ കാലത്തെ ആവശ്യമാണ് പഹാരികളുടെ. അങ്ങനെയെങ്കിൽ അവരുടെ പെർസെൻറ്റേജ് കൂടെ നമുക്ക് പരിശോധിക്കാം. അനന്തനാഗിൽ ഈ പഹാരികളുടെ പെർസെൻറ്റേജ് 7.86 ആണ്. അനന്തനാഗിൽ BJPക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിംഗ് പെർസെൻറ്റേജ് 8.19 ആണ്. മറ്റൊന്ന് ഈ കുപ്പവാരയിലേക്ക് എത്തുമ്പോഴേക്കും അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് 11.84ലേക്കും ശ്രീനഗറിൽ അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് 4.33ലേക്കുമാണ്. ഇതുപോലെ അനവധി ഈ മുസ്ലിംസിൽ തന്നെയുള്ള ചെറു വിഭാഗങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ, ഈ UP യിലുമൊക്കെ ഈ മുസ്ലിംസിൽ തന്നെയുള്ള പിന്നോക്ക വിഭാഗങ്ങൾ പറയുന്നത് തങ്ങളുടെ ഈ ആനുകൂല്യങ്ങളെല്ലാം ഞങ്ങളുടെ മുന്നോക്ക വിഭാഗത്തിലുള്ള മുസ്ലിങ്ങൾ, അതായത് തങ്ങളുടെ മുന്നോക്കക്കാർ തട്ടിയെടുത്തിരിക്കുന്നു, തങ്ങൾക്ക് നാളിതുവരെ ഒന്നും കിട്ടിയിട്ടില്ല, അവർ വിളിക്കുന്നിടത്തൊക്കെ തങ്ങൾ ഒരു അറവുമാടുകളെ പോലെ പോയി നിൽക്കേണ്ട സാഹചര്യത്തിലാണ് ഇന്ന് എന്ന് പറയുന്നത്. അതിനൊരു വലിയ മാറ്റം UP യിൽ ഈ സമീപകാലത്ത് തെരഞ്ഞെടുപ്പിലെല്ലാം നമ്മൾ കണ്ടു, ഗുജറാത്തിലും നമ്മൾ കണ്ടു. ആ ഒരു പാറ്റേണാണ് BJP ഇപ്പോൾ ഈ കാശ്മീരിൽ പയറ്റുന്നത്. കാരണം അവരെ സംബന്ധിച്ച് ഈ 3 മണ്ഡലങ്ങൾ, ഈ 3 ലോക്സഭാ മണ്ഡലങ്ങൾ, ശ്രീനഗർ ആയാലും ബാരാമുള്ള ആയാലും അനന്തനാഗ് ആയാലും, അവിടെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ അവർക്ക് ജയിച്ച് കയറാൻ കഴിഞ്ഞാൽ അത് അവരെ സംബന്ധിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ അവർക്കതൊരു പ്രൂഫായി കാണിക്കാൻ പറ്റും. കാരണം 2019 370 എടുത്തു കളഞ്ഞതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കാശ്മീർ സമാധാനത്തിൻ്റെ പാതയിലേക്ക് പോയി. വിഘടനവാദികളും ഭീകരവാദികളും തിട്ടൂരം നൽകാത്തൊരു തെരഞ്ഞെടുപ്പിൽ ഇതാ ഞങ്ങൾ ജയിച്ചിരിക്കുന്നു, ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു ജനമായി കാശ്മീർ മാറിയിരിക്കുന്നു. ഭീകരവാദികൾക്ക് ഈ ഭീകരവാദികളെയും ഈ വിഘടനവാദികളെയും തന്നെ അമർച്ച ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് സ്വതന്ത്രമായി വോട്ട് ചെയ്യാൻ കഴിയും. അവിടെ ഈ രഹസ്യമായ തിട്ടൂരങ്ങളും സർക്കുലറും ഒക്കെ കൊടുത്തിട്ടാണ് അവിടെ ജനങ്ങളോട് വോട്ട് ചെയ്യാൻ പോകരുതെന്നാണ് പറയുന്നത്. ഈ പോകുന്നവരാകട്ടെ അവർക്ക് താല്പര്യമുള്ളവരെ മാത്രം ജയിപ്പിക്കുന്നത്. ഏതായാലും ആ ഒരു സ്പേസിലേക്ക് BJP ഇല്ല. പക്ഷേ അവിടത്തേക്ക് ഒരു മാറ്റമുണ്ടാക്കി BJP ജയിച്ചു കയറാനുള്ള വലിയ ശ്രമം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ 3 സീറ്റ്, അവിടെ 6 സീറ്റാണ് ടോട്ടൽ ഉള്ളത്. അതിൽ 3 സീറ്റ് BJPക്ക് പെർമനൻ്റായിട്ട് കിട്ടുന്നതാണ്. അതേ ഉധംനഗറിലും ജമ്മുവിൽ നിന്നൊക്കെയുള്ള ലോക്സഭാ സീറ്റുകൾ BJPയുടെ പണ്ടും പുരാതന കാലത്തുണ്ട്, BJP ഒന്നുമല്ലാതിരുന്ന കാലത്തും BJP കിട്ടുന്ന സീറ്റാണ്. പിന്നെ ലഡാക്കിലെ സീറ്റ്. പക്ഷേ കാശ്മീരിലേക്ക് എത്തുമ്പോൾ സ്ഥിതി മാറുകയാണ്. അവിടത്തേക്ക് കടന്നു കയറുക എന്നുള്ളതാണ്. ഈ കേരളത്തിൽ നിന്നൊരു സീറ്റ് ലഭിക്കുക എന്നൊരു സ്വപ്നമാണെങ്കിൽ അതുക്കും മേലെയുള്ള സ്വപ്നമാണ് കാശ്മീരിൽ നിന്നും ഒരു സീറ്റ്, അതായത് ജമ്മു കാശ്മീരിൻ്റെ കാശ്മീർ മേഖലയിൽ നിന്ന് ഒരു സീറ്റ് എന്നുള്ളത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ അത് കഴിയും എന്ന് അവർക്ക് ഒരു ആത്മവിശ്വാസം വരുത്തുന്നതും ഈ സമുദായ സമവാക്യങ്ങളിൽ അവർക്ക് കടന്നു കയറാൻ കഴിഞ്ഞത് തന്നെയാണ്. ഇത് ന്യൂസിൻ്റെ മലയാളത്തിൻ്റെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.